സ്റ്റാർട്ട് VMware വർക്ക് സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുക. VMwareൽ Windows 11 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫയലിൽ ന്യൂ വിർച്വൽ മെഷീൻ കസ്റ്റം ചൂസ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ഏത് വേർഷൻ സപ്പോർട്ട് കോമ്പാറ്റിബിലിറ്റി അത് ഡിഫാൾട്ടായിട്ട് 70 തന്നെ. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ദെൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11ൻ്റെ പേര് കൊടുക്കുക. ആ വിർച്വൽ മെഷീൻ ഏത് പാത്തിലോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡി ഡ്രൈവിലോട്ട്. നെക്സ്റ്റ് അടിക്കുന്നു. എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് VMwareലുള്ളതാണ് കേട്ടോ. അതായത് വിൻഡോസ് 11 എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TPM ചിപ്പിൻ്റെ കീ ആണ് വിർച്വലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനത് നോട്ട് പാഡിലോട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ കീ ഇങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് അടിക്കുക. EO5 സെക്യൂർ ബൂട്ട് വേണമെങ്കിൽ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ ഓഫ് ആക്കുന്നു. നെക്സ്റ്റ് ഒരു ഫിസിക്കൽ പ്രോസസ്സറും ഒരു 6 കോറും ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പെർഫോമൻസിൽ കണ്ട CPU ഇതിൽ ടോട്ടൽ 20 കോറുണ്ട്. അപ്പോൾ അതിൽ 6 കോർ വരെ നമ്മുടെ വിർച്വൽ മെഷീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എത്ര റാം വേണമെന്നുള്ളത് ഞാനൊരു 8GB റാം ഇപ്പോൾ ഇതിനായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാസ്ക് മാനേജർ എടുക്കുക. പെർഫോമൻസിൽ മെമ്മറി കാരണം 64GB റാമാണുള്ളത്. അതിലൊരു 6GB റാം അല്ലെങ്കിൽ 8GB റാം നമുക്ക് അതിനായിട്ട് അലോട്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഇവിടെ കണ്ടോ നാറ്റ് മോഡും ബ്രിഡ്ജ് മോഡും ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഹോസ്റ്റ് മെഷീൻ. ഇന്ന് നേരെ ഒരു കണക്ഷൻ നമ്മൾ എവിടേക്ക് പോകുന്നു, സ്വിച്ചിലോട്ട് പോകുന്നു. എൻ്റെ IP 192.168.1.29 എന്നുള്ളതാണ് എൻ്റെ ഹോസ്റ്റ് മെഷീൻ്റെ IP. ഇവിടെ 1-2 ലാപ്ടോപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. 192.168.1.30 192.168.1.31 ഇത് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഫിസിക്കൽ നെറ്റ്വർക്ക് കാർഡ്. നെറ്റ്വർക്ക് കാർഡ് വഴിയാണ് സ്വിച്ചിലോട്ട് കണക്ഷൻ പോകുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വിർച്വൽ മെഷീൻ എൻ്റെ ഹോസ്റ്റ് മെഷീനിൽ നമ്മളൊരു ഇതാണ് വിൻഡോസ് 11 നമ്മൾ വിർച്വൽ മെഷീനാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ വിൻഡോസ് മെഷീൻ ഇപ്പോൾ വിൻഡോസ് വിർച്വൽ മെഷീൻ എന്താ ചെയ്യുന്ന VMware വിർച്വലി അനുകരിക്കുകയാണ്. ഇങ്ങനൊരു കമ്പ്യൂട്ടർ ഉണ്ട്, 6 കോർ 8GB റാം ഒക്കെ ഉള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് നമ്മളിതിനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലൊരു വിർച്വൽ നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവും വിർച്വൽ മെഷീന്. ആ വിർച്വൽ നെറ്റ്വർക്ക് കാർഡ് നമ്മുടെ ഫിസിക്കൽ NIC വഴി നേരെ സ്വിച്ചിലോട്ട് കണക്റ്റഡ് ആണ്. സ്വിച്ചിൽ നിന്നാണ് നമ്മൾ മോഡത്തിലോട്ട് കണക്ഷൻ പോകുന്നത്. മോഡത്തിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകും, നേരെ ഇൻ്റർനെറ്റിലോട്ടൊരു കണക്ഷനും പോകുന്നുണ്ട്. അപ്പം ഈ നെറ്റ്വർക്ക് കാർഡിൽ നിന്ന് നമ്മൾ നാറ്റ് മോഡാണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ NICക്ക് എന്ത് കിട്ടും, നേരെ കണ്ടോ ഇൻ്റർനെറ്റ് മോഡം വഴി ഇൻ്റർനെറ്റിലോട്ട് പോകാനുള്ള കണക്ഷൻ കിട്ടും. സമയത്ത് നമ്മളിവിടെയുള്ള ക്ലയൻ്റ് ആയിട്ടുള്ള 2 ലാപ്ടോപ്പിന് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്സസ് കിട്ടില്ല. കാരണം നാറ്റ് മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് മാറ്റി നമ്മൾ ബ്രിഡ്ജ് മോഡിലോട്ട് മാറ്റുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് മോഡാണെങ്കിൽ നേരെ ആണ്ടോ ബ്രിഡ്ജ് നേരെ നമ്മുടെ ഫിസിക്കൽ NIC ആയിട്ട് വരും. ടെക്നിക്കലി ഇതൊരു വിർച്വൽ സ്വിച്ചാണ്. നമ്മുടെ ഹോസ്റ്റിൻ്റെ NIC ഒരു വിർച്വൽ സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുക. ആ സ്വിച്ച് വഴി എങ്ങോട്ട് കണക്ഷൻ പോകും, നേരെ സ്വിച്ചിലോട്ടും സ്വിച്ചിൽ നിന്ന് നെറ്റിലോട്ടും അതേമാതിരി ഇവിടെയുള്ള ഇൻറ്റേർണൽ കമ്പ്യൂട്ടറുകൾക്കും ആ വിർച്വൽ മെഷീനിലോട്ട് ആക്സസ് കിട്ടും. ഇതാണ് നമ്മൾ ബ്രിഡ്ജ് മോഡ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിഡ്ജ് മോഡ് ഇവിടെ ഇടുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ദെൻ ഹാർഡ് ഡിസ്കിൻ്റെ കണക്ഷനാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ NVMe എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക.
ദെൻ ക്രിയേറ്റ് വിർച്വൽ ഹാർഡ് ഡിസ്ക്. ഞാൻ അപ് ടു 500 GB വരെ ഉപയോഗിക്കാമെന്നൊരു എഗ്രിമെൻറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ദെൻ സ്റ്റോർ ഇൻ സിംഗിൾ വിർച്വൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അത് ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ അലോക്കേറ്റ് എന്ന് പറഞ്ഞ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 500 GB സ്പേസും നമ്മൾ ഉപയോഗിക്കും. മറ്റേതാകുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഡി ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ ഡി ഡ്രൈവിൽ ആകപ്പാട് 104 GB ഫ്രീ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അലോക്കേറ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 GB ഉള്ളത് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള കൊടുത്തു നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ കസ്റ്റമൈസ് ഹാർഡ്വെയർ. നമുക്ക് പ്രോസസ്സറിൽ ഇതൊക്കെ ഓണാക്കി വെക്കുക. പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറുകളാണെങ്കിൽ ഈ 2 ടിക്ക് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. ഞാനിവിടെ എല്ലാം ഓണാക്കി വെക്കുന്നു. ക്ലോസ് ചെയ്യുന്നു. ഫിനിഷ് അടിക്കുന്നു. നമ്മൾ വിർച്വൽ മെഷീൻ്റെ കണ്ടോ 4 8 GB റാം 6 കോറ് 500 GB ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ളൊരു കമ്പ്യൂട്ടർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അത് ഓണാക്കി നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ നെറ്റ്വർക്ക് നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WDS വഴി നമുക്ക് ലാനിൽ നിന്ന് OS ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവൽ ഡിവൈസ് എടുത്തിട്ട് ഞാൻ എൻ്റെ ISO ഇമേജ് കാണിച്ചു കൊടുക്കുകയാണ്. ISO ഇമേജ് ബ്രൗസ് ചെയ്യുന്നു. വിൻഡോസ് 11 ISO ഇമേജ് നമ്മൾ ലോഡ് ചെയ്യുക, കണക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. ഏതൊരു കമ്പ്യൂട്ടറിലും നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. നേരെ നമ്മുടെ ISO ഇമേജിൽ നിന്ന് ബൂട്ട് ചെയ്ത് വരികയാണ് വിൻഡോസ് 11. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ ലാംഗ്വേജ് ഒന്നും മാറ്റണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഏത് ലാംഗ്വേജിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. കീബോർഡിലായിട്ട് ഡിഫാൾട്ടായിട്ട് US തന്നെയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ PC ഓൺ ദിസ് കമ്പ്യൂട്ടർ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുന്നു. നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് കീ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് പ്രോഡക്റ്റ് കീ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഏത് വെർഷൻ വിൻഡോസ് 11 Pro ഞാൻ ചൂസ് ചെയ്തു. നെക്സ്റ്റ് അടിച്ചു. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. റൂൾസ് ഇത് കംപ്ലീറ്റ് വായിച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ച് നോക്കാമെന്നാണ്. അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. 500 GB ഹാർഡ് ഡിസ്ക് കാണിക്കുന്നുണ്ട്. നമ്മളതിനൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര GB പാർട്ടീഷനാണോ വേണ്ടത്, അപ്പോൾ 100 GB ആണെങ്കിൽ 100ഉം 3 0 കൊടുക്കുക. അപ്പോൾ അത് 500 GB ഹാർഡ് ഡിസ്ക് ആയിരുന്നു. ഞാൻ 250 എന്നുള്ള ലെവലിൽ 2 പാർട്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 250 3 0 കൊടുക്കുന്നു. അപ്ലൈ അടിക്കുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ കണ്ടോ, അപ്പോൾ 2 ചെറിയൊരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്. ഒരു 100 MB ഒരു 16 MB. നമുക്ക് വേണ്ടത് അതാണ് C ഡ്രൈവ് 240. ബാക്കി വരുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടീഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോന്നും ഞാൻ ഫോർമാറ്റ് ചെയ്യാം. ലാസ്റ്റ് പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തേർഡ് പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്താലും സെലക്ഷൻ 4th പാർട്ടീഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ഡ്രൈവ് ചൂസ് ചെയ്യണം. അപ്പോൾ 3ാമത്തെ പാർട്ടീഷനാണ് ആക്ച്വലി നമുക്ക് C ഡ്രൈവായിട്ട് വേണ്ടത്. കണ്ടോ 3ാമത്തെ പാർട്ടീഷൻ ഞാൻ വീണ്ടും അഗൈൻ സെലക്ട് ചെയ്തു. അത് പാർട്ടീഷൻ 4ലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അടിക്കുക. ഈ സമയത്ത് install.vim എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ഉണ്ടോ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തു.
ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കമ്പ്യൂട്ടർ 1-2 പ്രാവശ്യം റീസ്റ്റാർട്ടായി വരുന്നു. റീസ്റ്റാർട്ട് ചെയ്തു, വിൻഡോസ് ലോഡ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സെറ്റപ്പ്. നമ്മൾ കീബോർഡ് ലേഔട്ട് പിന്നെ റീജിയൻ ചൂസ് ചെയ്യണം. റീജിയൻ വന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ഇന്ത്യ ചൂസ് ചെയ്യുക. കീബോർഡ് ലേഔട്ട് US തന്നെ കേട്ടോ. നമുക്ക് അഡീഷണൽ ആയിട്ട് അറബിക്കോ അങ്ങനെ എന്തെങ്കിലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ കീബോർഡ് വേണമെങ്കിൽ അഡീഷണൽ ലേഔട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യുക. അറബിക്കൊക്കെ ചൂസ് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഞാൻ ബാക്ക് അടിച്ചു, കാരണം എനിക്ക് അവിടെ ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തു. ദെൻ ഇവിടെ ലോക്കൽ യൂസർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല, നേരെ ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തിട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ച് ചെയ്ത് നമ്മൾ ഔട്ട്ലുക്ക് ID വെച്ചൊക്കെ ലോഗിൻ ചെയ്യണം. അതിന് പകരം നമുക്ക് ലോക്കൽ യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ Shift F10 അടിക്കണം ഇവിടെ നിന്ന് കേട്ടോ. Shift F10 അടിക്കുമ്പോൾ കമാൻഡ് ലൈൻ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, OBE \bypass NRO എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരും. റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം നമുക്കവിടെ ലോക്കൽ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെയിം സെറ്റപ്പ് വിൻഡോ തന്നെയാണ് ലോഡ് ചെയ്ത് വരിക. യെസ് കൊടുക്കുക, സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നേരത്തെ അവിടെ കണ്ട I don't have ഇൻ്റർനെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ വന്നു, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് പുതിയ യൂസർ അക്കൗണ്ടും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഞാനിവിടെ അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസറെ സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. അതിനൊരു 111 എന്നൊരു പാസ്വേഡ്, കോംപ്ലക്സിറ്റി പാസ്വേഡ് കൊടുക്കണേ. ഞാനിപ്പോൾ തൽക്കാലം ഒരു സിമ്പിൾ പാസ്വേഡ് ഇട്ടുന്നു മാത്രമേ ഉള്ളൂ. പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെച്ച് റിക്കവർ ചെയ്യാൻ പറ്റും. ഞാൻ ഡിഫാൾട്ടായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യും. 3നും 111 തന്നെ ആൻസർ കൊടുക്കാറാണ് പതിവ്. നെക്സ്റ്റ് അടിക്കുക. നമ്മൾക്ക് ലൊക്കേഷനൊക്കെ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കുക. അങ്ങനെയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ താഴെ എന്തുവേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടോ ഫൈനൽ സെറ്റിങ്സ് അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർക്ക് വേണ്ട പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു വിൻഡോസ് 11 ഡെസ്ക്ടോപ്പിലോട്ട് നമ്മളിപ്പോൾ എത്തും. നേരെ വിൻഡോസ് 11 ലോഡ് ചെയ്ത് വന്നു. ഉണ്ടോ ആദ്യം ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്പായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ശരിക്കും വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കാറിൻ്റെ ഡ്രൈവർ എടുക്കണം. അപ്പോൾ അതിന് VMware ആയതുകൊണ്ട് VMwareൽ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാൾ VMware ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഫുൾ സ്ക്രീൻ മോഡും അതേമാതിരി കോപ്പി പേസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ VMware ടൂള് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേഴ്സണലൈസേഷൻ എടുത്ത് തീംസിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സിൽ മൈ കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഒക്കെ ഒന്ന് ഡെസ്ക്ടോപ്പിൽ വരുത്തി. ദെൻ ഉണ്ടോ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ട് C ഡ്രൈവ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തപ്പോൾ D ഡ്രൈവും കൂടി ഉണ്ടായിരുന്നു, അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ വരുത്തണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡ്രൈവ് OS ആണെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് റീനെയിം ചെയ്ത് വെച്ചു. ഭാവിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ ദിസ് PCയിൽ 11 ആയതുകൊണ്ട് ഷോ മോർ ഓപ്ഷൻസ്, 10 ആണെങ്കിൽ ഡയറക്റ്റ് മാനേജ് വരും. ഡിസ്ക് മാനേജ്മെൻറ്റ് എടുക്കുക. ഡ്രൈവ് ലെറ്റർ ഉണ്ടോ, അതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടീഷൻ. അതിനൊരു ഡ്രൈവ് ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഡ്രൈവ് ലെറ്റർ ചൂസ് ചെയ്തു. ഡിഫാൾട്ടായിട്ട് അത് അവിടെ ഉണ്ടായിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിന് ഫോർമാറ്റ് ചെയ്യുന്നു. നമ്മൾ NTFS മാത്രമാണ് ഇപ്പോൾ ഇവിടെ സപ്പോർട്ട്. NTFSൽ ഞാൻ ഫോർമാറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്വിക്ക് ഫോർമാറ്റ് കൊടുത്തോട്ടോ, പെട്ടെന്ന് തന്നെ ഫോർമാറ്റായി കിട്ടിക്കോളൂ. ഫുൾ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. ഇതാണോ മൈ കമ്പ്യൂട്ടറിൽ എന്ന് പറഞ്ഞ ഡ്രൈവും കൂടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ കാര്യങ്ങൾ ഫുൾ സ്ക്രീൻ പറയും VMware ടൂൾസ് ഇൻസ്റ്റാൾ. അപ്പോൾ VMware ടൂൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ CD ഡ്രൈവ് മാറും. അപ്പോൾ VMware ടൂൾ അതിനായി.
എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VMwareൻ്റെ സെറ്റപ്പ് ഓണായി വരും. നമ്മൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫുൾ സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്ന കറക്റ്റ് കാണാം. നെക്സ്റ്റ് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക കേട്ടോ. അത് വന്നു കഴിയുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക, വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം ഫൈനലി നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുക, ഒന്ന് റീസ്റ്റാർട്ടൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇതൊരു പ്രൊഡക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നേരെ ആക്ടിവേഷൻ സ്റ്റാറ്റസ് നോക്കി ഓൾറെഡി VMwareൽ ഇത് ആക്ടിവേറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആക്ടിവേറ്റഡ് ആയ Windows 11 ആണ്. ദെൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ഫുൾ അപ്ഡേറ്റ് ഉണ്ട്, അവിടെ ഡൗൺലോഡ് ആകുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം VMwareൽ ഒരു ഓപ്ഷനാണ് സ്നാപ്ഷോട്ട് എടുത്ത് വെക്കുക എന്നുള്ളത്. നമ്മുടെ ഫുൾ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു റീസ്റ്റോർ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്നാപ്ഷോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഡ്രൈവർ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു, വിൻഡോസ് അപ്ഡേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ഒന്ന് ഫുൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സ്നാപ്ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ VM എന്ന് പറഞ്ഞ ഇതുണ്ട്, VMware ഇവിടെ VM മെനു എടുക്കുന്നു, സ്നാപ്ഷോട്ടിൽ ടേക്ക് സ്നാപ്ഷോട്ട്, പേര് നമുക്ക് ഫ്രഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കൊടുക്കുക. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വേറെ സോഫ്റ്റ്വെയർ ഒന്നും ചെയ്തിട്ടില്ല, ഫുൾ അപ് ടു ഡേറ്റ് ആണ്. ജസ്റ്റ് ടേക്ക് ആണ്, ഒന്ന് സേവ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതുവരെയുള്ള അവസ്ഥയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്നാപ്ഷോട്ട് എടുക്കാം. ഇനി നടക്കുന്ന ചേഞ്ചസ് ഒക്കെ വേറൊരു സ്ഥലത്താണ് നടക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും പഴയ അവസ്ഥയിലോട്ട് സിസ്റ്റത്തിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാപ്ഷോട്ട് കണ്ടോ, VML സ്നാപ്ഷോട്ടിൽ കണ്ടു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന യു ആർ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ആ ഫ്രഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഗോ ടു ആയിട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിവിടെ സ്നാപ്ഷോട്ടിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് തീം ഒന്ന് മാറ്റണം. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും വിൻഡോസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചെയ്ത് വിൻഡോസ് ആകെ അലമ്പായി നിൽക്കുന്ന സമയത്ത് നമുക്ക് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ VML ഉണ്ടോ, സ്നാപ്ഷോട്ട് ഫ്രഷ്. യെസ്, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആ പഴയ അവസ്ഥയിലോട്ട് വിർച്വൽ മെഷീനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സ്നാപ്ഷോട്ട് എടുത്ത് വെക്കുമ്പോഴുള്ള ഒരു ഗുണം. അപ്പോൾ നമ്മൾ വിർച്വൽ മെഷീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ.